പണിക്കാരെ കാണുന്നില്ലല്ലോ. പണിക്കാർ ഇന്ന് വരാന്ന് പറഞ്ഞതാണല്ലോ. ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കാം. ഇത് ലേറ്റ് ആയല്ലോ. ബസ്സില്ല. പണിയൊക്കെ രാവിലെ ഒക്കെ വരണ്ടേ കുറച്ച്. ഈ കല്ലുകളൊക്കെ മൊത്തം കല്ല് ഇതൊക്കെ ഈ കല്ലുകളൊക്കെ ആ കാണുന്ന കല്ലുകളൊക്കെ ഓക്കെ. പിന്നെ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം. ഈ വിറക് ഈ കാണുന്ന തടി കഷ്ണങ്ങൾ ഇതെല്ലാം ക്ലിയർ ആക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. അപ്പോൾ ഇതിന് മൊത്തത്തിൽ നിങ്ങളെ എത്ര പൈസയാവും ഇത് മൊത്തം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു? സുധി മോനെ നോക്കിയാ? നോക്കി. എത്രയാവും? ഇതിപ്പോ എന്തായാലും സാധനം കുറെ ഉണ്ട് മാറ്റുന്നുണ്ട്. എന്തായാലും 2000 റുപ്യ എന്തായാലും എന്തെങ്കിലും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യ്. കല്ലെന്നെ കുറെ ഉണ്ട്. നഷ്ടം വരാൻ പാടില്ല. ഇല്ല അല്ല, ഞാൻ പരമാവധി പറഞ്ഞു വെച്ചാൽ ഇത് പണിയുണ്ട് കുറെ എടുത്ത് മാറ്റിണ്ടിരിക്കുന്നു. അത് ഈ 2000 റുപ്യ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും കിട്ടൂല. ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും അധികം പറഞ്ഞൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പറയുന്ന ആളുമല്ല. നോക്കിയിട്ട് ചെയ്. അപ്പോൾ വൈകിട്ട് ഞാൻ വീട്ടിലുണ്ടാവും കേട്ടോ. വീട്ടിലേക്ക് വന്നാൽ മതി. കറണ്ട് ബില്ലടക്കം സാധനം മേടിക്കണം. എല്ലാം ഈ പൈസനെ കൊണ്ടാവും. പണിയില്ല, അത് ഒരാഴ്ചയായി പണിയില്ല. സമാധാനം. തുടങ്ങി നിരവധി പേർ സ്വന്തം പ്രയത്നത്താൽ വളർന്നു വരികയും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി കഴിഞ്ഞോ? അവരെല്ലാം പെട്ടെന്ന് കഴിഞ്ഞോ? ഞാൻ വേഗം തീർത്തു. ഒരു വീട്ടിൽ ഇത് കുറവാന്ന് കണക്കായിട്ടുണ്ട് സുധീഷ്. അത് അത്രയല്ലേ ഉള്ളൂ അതിന് പണി. നിന്റെ കൂലിയേക്കാൾ കൂടുതലുണ്ട്. എനിക്ക് നഷ്ടമൊന്നും വരില്ല. അത് കരാറ് പറഞ്ഞല്ലേ, സമ്മതിച്ചല്ലേ? ഞാൻ ഓക്കെ പറഞ്ഞു ഇല്ലല്ലോ. ഇനി തുടങ്ങി നമുക്ക് നോക്കാം എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കഷ്ടപ്പെട്ടിട്ട് എന്തെല്ലാം മുന്നിൽ കണ്ടിട്ട് പണിയെടുത്തിയാണ്. സുധി ഇതും കൂടി വെച്ചോ. ഇതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ തരാനില്ല. സുധി പോടും, ഓക്കെ. അതൊന്നും ശരിയില്ല കേട്ടോ. ഇവന്നെ ദൈവം കൊടുത്തോളൂ. ദുഷ്ടൻ.